എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്തുകൊണ്ടാണ് ലാബ് ടെസ്റ്റുകളെ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളെ എന്തുകൊണ്ടാണ് അക്യുപഞ്ചർ ചികിത്സയിൽ ആവശ്യമില്ല, ലാബ് ടെസ്റ്റുകൾ ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്. ഓരോ ചികിത്സയ്ക്കും ഓരോ ചികിത്സാ രീതികളുണ്ട്. അക്യുപഞ്ചർ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ നാഡി പരിശോധിച്ച് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ എനർജിയുടെ ഊർജത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉള്ളത് അത് കണ്ടെത്തി കൃത്യമായി നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈവിരൽ ഉപയോഗിച്ചുകൊണ്ട് ടച്ച് ചെയ്ത് ആ ഊർജത്തെ ക്രമപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അനുഭവമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ചികിത്സയിൽ ലാബ് ടെസ്റ്റുകൾ നോക്കിയിട്ടല്ല രോഗനിർണയം നടത്തുന്നത്, ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ലാബ് റിസൾട്ടുകളെ നമ്മൾ അംഗീകരിക്കാറില്ല, നമ്മളത് പ്രോത്സാഹിപ്പിക്കാറില്ല. ഓരോ രോഗിക്കും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നോക്കാം. അതല്ലാതെ ചികിത്സ ലാബ് ടെസ്റ്റുകളെ നോക്കി നമ്മൾ ചെയ്യാറില്ല. ചികിത്സാ റിസൾട്ടുകൾ നമ്മളുടെ ലാബ് ടെസ്റ്റുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം പലപ്പോഴും രോഗമില്ലാത്ത ഒരാൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രത്യേകിച്ച് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലെ രക്തമോ മൂത്രമോ മലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ലാബിൻ്റെ ഒരു കാൽക്കുലേഷൻ, ഒരു മാത്തമാറ്റിക്സ് പ്രകാരം അവർ പറയും നിങ്ങളുടെ ശരീരത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഒരു രോഗിയാണെന്ന് പറയും. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ അവർക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ ലാബുകാർ പറയും നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞ് അവസാനം ഈ ചിന്ത പലപ്പോഴും രോഗമില്ലാത്ത ആളുകളിൽ രോഗമുണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അപ്പോൾ നമ്മൾ അക്യുപഞ്ചർ ചികിത്സയിലൂടെ രോഗിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുക എന്നതല്ല ചെയ്യുന്നത്, മറിച്ച് രോഗമുണ്ടെങ്കിൽ കൃത്യമായി ചികിത്സ ചെയ്ത് സുഖപ്പെടുത്തുക. രോഗമില്ലാത്ത ആളുകളെ നിങ്ങൾക്ക് രോഗമുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട്, നിങ്ങൾ ചികിത്സ ആരംഭിക്കണം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താറില്ല. ഇതാണ് ലാബ് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്യുപഞ്ചർ ചികിത്സയുടെ കാഴ്ചപ്പാട്. നന്ദി, നമസ്കാരം.